നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് പെരുമാതുറയിലെ കടലോരത്ത് വെള്ളം എത്തുന്നത്. ഓരോ തുള്ളിയും പാഴാക്കാതെ ശേഖരിക്കണം. കിണറുകളിൽ ഉപ്പുവെള്ളം നിറഞ്ഞതോടെ കുടിവെള്ളം പണം നൽകി വാങ്ങുകയാണ് ഈ പാവങ്ങൾ. വെള്ളം തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. നമ്മൾ ബോട്ടിൽ വെള്ളങ്ങളാണ് മേടിച്ചുകൊണ്ട് പോണത്. വെള്ളം വരാത്തതുകൊണ്ട് 2 മാസത്തിൽ ഒരു പ്രാവശ്യമാണ് വെള്ളം വന്നത്. മീൻ പിടിക്കാൻ കടലിൽ പോകുന്നവർ കുപ്പിവെള്ളം വാങ്ങിയാണ് യാത്രയാവുന്നത്. വെള്ളം എടുത്ത് വീട്ടിൽ കൊണ്ട് വച്ചതിന് ശേഷം ഞങ്ങൾ ബോട്ടിലിൽ വെള്ളം പിടിച്ചിട്ട് കടലിൽ കൊണ്ടുപോകും. ഞങ്ങൾ 3 ദിവസം 4 ദിവസം കിടക്കുന്നവരുണ്ട്, മാസക്കണക്കിൽ കിടക്കുന്നവരുണ്ട്. നമ്മളെ വീട്ടിലെ പൈപ്പ് വെള്ളം ഉപ്പാണ് ഇവിടെ കടൽ തീരത്തെ. അപ്പം നമ്മൾ ഈ വെള്ളം വന്നില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കണം. ഒരു 5-6 കടലിൽ പോകുമ്പോൾ 500-600 വെള്ളമാകും. പിന്നെ അതിൻ്റെ പെട്രോൾ, ഡീസൽ, പിന്നെ അതിനുള്ള പണിയൊന്നുമില്ല. 2 ദിവസത്തിലൊരിക്കലെങ്കിലും കുടിവെള്ളം എത്തിക്കാൻ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥാണ് നമുക്കിപ്പം ഉള്ളത്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ നമ്മുടെ തീരദേശ മേഖല, അവര് കടലിന്റെ മക്കൾ, അവർ ഒത്തിരി തരത്തിലുള്ള പരാധീനതകളൊക്കെ നേരിടുന്നുണ്ട്. ഓരോ ദിവസം ഓരോ പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട്. ഇപ്പോൾ അവർ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും എത്തിക്കണം എന്നാണ് അവർ ഈ പറയുന്നതും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും കാലമായിട്ടും അധികാരികളൊന്നും ഒരു നടപടിയിലേക്കൊന്നും മുതിരാത്തത്? എന്താണ് അവർ പറയുന്നത്? എന്ന് തീരും ഈ ഒരു ദുർഗതി? സേതു, ഈ വിഷയം, അതായത് വെള്ളമില്ല എന്നുള്ളത് കുറേ കാലമായിട്ട് അവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. തീരദേശ മേഖല എല്ലായിടത്തും തന്നെ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അത് അഭിസംബോധന ചെയ്യപ്പെടാതെ പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം 2-3 മാസമായിട്ട് വെള്ളമില്ല, അവർക്ക് പരാതികളില്ല. ആ പരാതികളില്ലാത്തതിൻ്റെ പ്രധാന കാരണം അവരുടെ പ്രതികരണ ശേഷി തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. കാരണം പരാതി പറഞ്ഞിട്ട് കഥയില്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. 2 മാസത്തിലൊരിക്കൽ വെള്ളം വരിക, ആ വെള്ളം ശേഖരിച്ച് വെക്കുക. ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെ കുപ്പിവെള്ളം എന്താ പറയുക, അതിലാണ് വെള്ളത്തിൽ കൊണ്ടുപോകുന്നത്. മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്ന സമയത്തൊക്കെ ഈ കുപ്പിവെള്ളം ശേഖരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി അഥവാ കുപ്പിയിൽ വെള്ളം ശേഖരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതേ കുപ്പിയിൽ വെള്ളം വാങ്ങേണ്ട ഒരു ഗതികേടുണ്ട്. അപ്പം ഒരു മാസം തന്നെ 3000-4000 രൂപ ചിലവാണ്. അപ്പോൾ ഒരു ദേശീയ മാധ്യമത്തിലൊക്കെ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോകുന്നത്. പോയ ദിവസം വെള്ളം ഉണ്ടായിരുന്നു, ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലത്തോടുകൂടി ആ വെള്ളം നിലയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കുപ്പികളിലും പാത്രങ്ങളിലും ഒക്കെ ആയിട്ട് അതിനെ ശേഖരിച്ച് വെച്ചിട്ട് അതുകൊണ്ടാണ് ഈ കടലിലേക്ക് പോകുന്നത്. അപ്പം 3-4 മാസമൊക്കെ കടലിൽ പോയി മത്സ്യബന്ധനത്തിനായി പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ 1-2 ദിവസത്തിനായി പോകുന്നവരുണ്ട്. അത് ആ ഒരു സാഹചര്യം അനുസരിച്ച്, കാലാവസ്ഥ അനുസരിച്ച്, മത്സ്യത്തിൻ്റെ പെയ്ത്ത് അനുസരിച്ചൊക്കെയാണ് ഇരിക്കുക. അപ്പോൾ അത്രയും ദിവസമൊക്കെ പോയി നിന്ന് വരുന്ന ആളുകൾക്ക് വെള്ളമില്ലെങ്കിൽ അവർ തിരിച്ച് കരയിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം, വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അവിടെ നിലവിലുള്ളത്. അതുപോലെ ഇതൊന്നും തന്നെ അഭിസംബോധന ചെയ്യാതിരിക്കുകയാണ് രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ അധികാരികളുമൊക്കെ. അപ്പോൾ 2 മാസത്തിൽ ഒരിക്കലാണ് വെള്ളം വരുന്നത്. ഒപ്പം കുടിക്കാൻ വെള്ളമില്ല, ഉപ്പുവെള്ളം വേണം കുടിക്കാനായിട്ട് ഉപയോഗിക്കാൻ. വലിയ ദുരിതത്തിൽ കൂടെയാണ്. കേൾക്കുന്ന രാഷ്ട്രീയക്കാരോ പൊതുപ്രവർത്തകരോ ഉണ്ടെങ്കിൽ കേവലം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി മാത്രം ഒതുങ്ങാതെ അത്തരത്തിൽ കൂടെ അവരുടെ ഒരു അടിസ്ഥാന പ്രശ്നം കൂടെ പരിഹരിച്ച് പോകേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. സേതു.